ഷൊർണൂർ കണയം കല്ലുരുട്ടിയായിലെ കരിങ്കൽ ക്വാറി നഷ്ടം പരിശോധിക്കാൻ നഗരസഭ. സമീപത്തെ വീടുകൾക്കുണ്ടായ കേടുപാടുകൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നഗരസഭ എഞ്ചിനീയർ വിഭാഗത്തിന് നിർദ്ദേശം നൽകി. 3 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടോടെ ക്വാറിയിൽ നഗരസഭ അധികൃതർ മിന്നൽ പരിശോധന നടത്തി. ഇതിന് മുന്നേ നിങ്ങളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, അറിയാലോ. അന്ന് ആ ചേച്ചിയിൽ പങ്കെടുക്കുന്നത്. അന്ന് ഞാൻ പറഞ്ഞത് എന്താ, എന്റെ അടുത്ത ആൾക്കാരുടെ ജീവനും സ്വത്തിനും കഴിഞ്ഞ ദിവസങ്ങളിലായി ക്വാറിയിൽ ഉഗ്രശബ്ദത്തോടുകൂടി കരിങ്കൽ പൊട്ടിക്കുന്നത് മൂലം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചുവെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇതിനോടകം 27 പരാതികളാണ് ക്വാറിയുടെ പ്രവർത്തനം നിർത്തണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ക്വാറിയുടെ പ്രവർത്തനമെങ്കിലും രാവിലെ 4 മണി മുതൽ രാത്രി 11 വരെയും ക്വാറി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി. എന്നാൽ നിർദ്ദേശിച്ച സമയത്തിനപ്പുറം ക്വാറി പ്രവർത്തിക്കുന്നില്ലെന്നാണ് ക്വാറി ഉടമകളുടെ വാദം. ഉഗ്രശബ്ദത്തിൽ പാറ പൊട്ടിക്കുമ്പോൾ വീടിന്റെ ഓടുകൾ ഇളകി വീഴുകയും ചുമരുകൾക്ക് വിള്ളൽ സംഭവിക്കുകയും വീടുകൾ കുലുങ്ങുകയും ചെയ്യുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. കണയം കല്ലുരുട്ടി പ്രദേശത്ത് 100-ലധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് കണയത്തുള്ള ക്വാറിയിൽ നഗരസഭ അധികൃതർ മിന്നൽ പരിശോധന നടത്തിയത്. ആദ്യഘട്ടത്തിൽ കേടുപാടുകൾ പറ്റിയ വീടുകൾ പരിശോധിച്ചിട്ടുള്ള റിപ്പോർട്ട് എഞ്ചിനീയറിംഗ് വിഭാഗം നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറും. പിന്നീട് റിപ്പോർട്ട് കൗൺസിൽ ചർച്ച ചെയ്ത ശേഷം മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന് സമർപ്പിക്കുകയും ഇത് കോടതിയെ അറിയിക്കാനുമാണ് തീരുമാനം. വർഷങ്ങൾക്ക് മുൻപ് പ്രദേശത്തെ കരിങ്കൽ ക്വാറി പ്രവർത്തിച്ചിരുന്നെങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രവർത്തനം നിർത്തുകയായിരുന്നു. പിന്നീട് 1 വർഷം മുൻപാണ് 4-ലധികം പേർ ചേർന്ന് പ്രദേശത്തെ 20 ഏക്കർ സ്ഥലത്തു ക്വാറി പ്രവർത്തനം ആരംഭിച്ചത്. ഈ ക്വാറിയുടെ പ്രവർത്തനം കാരണം 27ഓളം വീടുകൾക്ക് സാരമായ കേടുപാടുകളും അവരുടെ ജീവനും സ്വത്തിനുമൊക്കെ ഭീഷണിയായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മുനിസിപ്പൽ സെക്രട്ടറി, AE എല്ലാവരെയും കൂട്ടി ചെയർപേഴ്സണും വൈസ് ചെയർമാൻ എല്ലാവരും കൂടി ഇവിടെ ഞങ്ങൾ വന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ക്വാറിയും മറ്റും ഒക്കെ കണ്ടിട്ടുണ്ട്. വിശദമായി വീടുകളിലെ കേടുവന്നതിൻ്റെ ഒരു റിപ്പോർട്ട് നമ്മളടുത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ എല്ലാ വീടുകളും സന്ദർശിച്ച് വിശദമായിട്ട് റിപ്പോർട്ട് നഗരസഭയ്ക്ക് കൈമാറും. അത് കൗൺസിലിൽ വെച്ച് ഇതിനെതിരെ എങ്ങനെ നിയമപരമായിട്ട് ഇതിനെതിരെ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്ന് നഗരസഭ പരിശോധിക്കും. പ്രദേശത്ത് ക്വാറി ആരംഭിക്കുന്നതിന് ഉടമകൾ നഗരസഭയെ സമീപിച്ചപ്പോൾ നഗരസഭ അനുമതി നിഷേധിക്കുകയായിരുന്നു. പിന്നീട് ക്വാറി ഉടമകൾ സെക്രട്ടറിയെ പ്രതി ചേർത്ത് കോടതിയിൽ നിന്നാണ് പ്രവർത്തനാനുമതി വാങ്ങിയെടുത്തത്. ക്വാറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കണയം പ്രദേശവാസികൾ ക്വാറി വിരുദ്ധ ജനകീയ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. ക്വാറിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി രംഗത്ത് വരുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നഗരസഭാ അധ്യക്ഷ P. നിർമ്മല, ഉപാധ്യക്ഷൻ AK അനുരാജ്, സെക്രട്ടറി K. രാജേഷ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, കൗൺസിലർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ക്വാറിയിൽ പരിശോധന നടത്തിയത്. UTV ന്യൂസ്, പാലക്കാട്.